Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. വടക്കാഞ്ചേരി അകമലയിൽ കാട്ടാന ഇറങ്ങിയ സംഭവത്തിൽ വനംവകുപ്പ് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രദേശത്ത് കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യം പതിവാകുമ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അകമല ചേപ്പലക്കോട് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. മണിക്കൂറുകളോളമാണ് ആന ഈ പ്രദേശത്ത് തമ്പടിച്ചത്. അകമല ചക്യാറ എരിഞ്ഞിക്കലത്തിൽ ജയേഷ്, കല്ലുങ്കൽ ഉഷാദേവി എന്നിവരുടെ വീട്ടുപരിസരത്താണ് പുലർച്ചെയോടെ കാട്ടാന എത്തിയത്. വീടിനോട് ചേർന്ന പറമ്പിലെ മരങ്ങളും പനയും ചവിട്ടിമറിച്ചിടുകയും ചെടിച്ചട്ടികൾ വ്യാപകമായി തകർക്കുകയും ചെയ്തു. ആനയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ വീട്ടുകാരും നാട്ടുകാരും ഭീതിയിലാണ് കഴിഞ്ഞത്. പ്രദേശത്തെ കാട്ടാനയടക്കമുള്ള വന്യമൃഗശല്യം പതിവാകുമ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റപ്പള്ളി 18 ലക്ഷം രൂപ ചെലവഴിച്ച് പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലം പലയിടങ്ങളിലും ഈ വേലി പൊട്ടിക്കിടക്കുകയാണ്. ഇതുവഴിയാണ് വന്യമൃഗങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ എളുപ്പത്തിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. തുടർച്ചയായി വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ വടക്കാഞ്ചേരി നഗരസഭ 18ാം വാർഡ് കൗൺസിലർ KP മദനന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് അടിയന്തിരമായി ഇടപെടണമെന്നും അല്ലാത്തപക്ഷം പ്രദേശവാസികളെ ഒന്നടങ്കം അണിനിരത്തി എങ്കക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ശക്തമായ മാർച്ച് നടത്തുമെന്നും ഡിവിഷൻ കൗൺസിലർ KP മദനൻ അറിയിച്ചു. ഇന്നലെ പുലർച്ചെയാണ് ആന ഇവിടെ മുഴുവൻ കയറി ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കി. ഇവരെ വീടിന് മുകളിലെ ഭാഗത്തേക്കാണ് ഈ പന തട്ടിയിട്ടത്. ഈ പന ഇതൊക്കെ മരങ്ങളൊക്കെ തട്ടിയിട്ടു കഴിഞ്ഞ് ആ ഭാഗത്ത് പോയി നേരെ ജയേഷിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി എരിഞ്ഞിക്കലത്തുകാരുടെ വീട്ടിലിറങ്ങി ഈ റോഡിലൂടെയാണ് ആന ഇന്നലെ രാത്രി സഞ്ചരിച്ചത്. അപ്പം ഭയങ്കരമായിട്ടുള്ള അവസ്ഥയാണ്. ആന ഏത് സമയത്തും ജനങ്ങളെ ആക്രമിക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത്. ജനങ്ങൾ വളരെ രീതിയിലുള്ള ഭീതിയിലാണ്. ഇവിടെ എങ്ങനെ ജീവിക്കുമെന്നുള്ള ഭീതിയിലാണ് ജനങ്ങൾ. ഈ പ്രദേശത്ത് നിരവധിയായ കുടുംബങ്ങൾ കൃഷിക്കാരെ കൃഷി നശിപ്പിക്കുന്ന ഒരു ഭാഗത്ത്, വാഴ, തെങ്ങ്, കവുങ്ങ് പോലുള്ള കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുന്ന ഒരു ഭാഗത്ത് ജനങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള രംഗം ഒരു ഭാഗത്ത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇവിടെ മനുഷ്യന് ജീവന് അവൻ്റെ സ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ള സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റണം. ആരെങ്കിലും മരണപ്പെട്ട് ആനയുടെ ആക്രമണത്തിന് വിധേയമായതിനു ശേഷം നമ്മളൊരു സമരം നടത്തിയിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും ഉണർന്ന് പ്രവർത്തിക്കണം. ഇവിടെ ഇപ്പോൾ MLA മുൻകൈ എടുത്ത് ഈ പ്രദേശത്തൊക്കെ ഫെൻസിങ്, പട്ടാണിക്കാട് മുതൽ ചേപ്പലക്കോട് വരെ ഫെൻസിങ് ഉണ്ടായിട്ടുണ്ട്. ആ ഫെൻസിങ്ങിൻ്റെ ഒരു മെയിൻ്റനൻസ് നടക്കുന്നില്ല യഥാസമയത്ത്. ആ മെയിൻ്റനൻസ് ഒരു വള്ളി കയറി കഴിഞ്ഞാൽ ഇപ്പോൾ പല സ്ഥലത്തും ഫെൻസിങ് പൊട്ടിക്കിടക്കുക. ഈ ഭാഗത്തുള്ള പല പ്രദേശങ്ങളിലും ഫെൻസിങ് ഇപ്പോൾ പൊട്ടിയാവുക. ഞങ്ങൾ പോയി നോക്കി. ആ ഫെൻസിങ് അത് നേരെ അത് രണ്ടാമത് പുനഃസ്ഥാപിക്കണമെങ്കിൽ ടെക്നീഷ്യന്മാർ വേണ്ടേ? അപ്പോൾ അവരത് കൈകാര്യം ചെയ്യണ്ടേ? അപ്പോൾ ഫെൻസിങ് പുനഃസ്ഥാപിക്കുന്നില്ല. അതുകൊണ്ടാണ് ആന ഇങ്ങനെ സ്വൈരവിഭാഗം നടന്നത്. 18 ലക്ഷം രൂപ MLA ഈ ഫെൻസിന് വേണ്ടി ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മുടക്കിയതാണ്. പക്ഷേ ആ ഫെൻസ് കൊണ്ട് നാടിനൊരു ഉപകാരം ഉണ്ടാവണല്ലോ, ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണല്ലോ. ഇപ്പോൾ ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് കാട്ടാന, വന്യമൃഗങ്ങൾ എല്ലാം ഭീഷണിയായിട്ട് നാട്ടിൽ വിലസന അന്തരീക്ഷമാണ്. അപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലൊരു ബൈക്കിലോ ഈ സ്കൂട്ടറിലോ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പോണവരൊക്കെ ഇതിൽ വരുന്നവരാണ്. ആർക്കും ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് സമയത്തും ആന മുമ്പിൽ വന്ന് പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഗവൺമെൻറ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരെയും കൂടെ കൂട്ടി ആ എങ്കക്കാട് ഫോറസ്റ്റ് ഓഫീസിൽ പോയി താമസിക്കാമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചത്. എല്ലാവരും കൂടെ പോവുക, ചട്ടിയും പാത്രമൊക്കെ ആയിട്ട് നേരെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെ ഉള്ളിൽ പോയിട്ട് ജനങ്ങളെ കൊണ്ട് കഞ്ഞി വെച്ച് കുടിച്ച് അവിടെ താമസിക്കുക. കാരണം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ജീവൻ്റെ സ്വത്തിനാണല്ലോ വില കൊടുക്കേണ്ടത്. ഇവരുടെ വീടിൻ്റെ മുകളിലേക്ക് എന്തായാലും വീണെങ്കിൽ ഈ ഭാഗത്തേക്ക് വിടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അതിശക്തമായ നടപടി സ്വീകരിക്കണം. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. You are watching VCV News.